നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനാ മീനാക്ഷി. മീനാക്ഷി അമ്മേ, എന്താ മോളെ? എന്ത് പറ്റി? അമ്മേ, എന്താന്ന്? ACPക്ക് ചുട്ടുപൊള്ളുന്ന പനിയാ. പനിയോ? ആ, പനി. കിടന്ന് പിച്ചും പെയ്യും പറയുക. വിളിച്ചിട്ട് എഴുന്നേക്കൊന്നുമില്ല. അയ്യോ ദൈവമേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ കുഞ്ഞിനെ മാറ്റി കിടത്തണമല്ലോ. ഈശ്വര, അതിന് പനിയായ ACP ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഔട്ട് ഹൗസിൽ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരട്ടെ. അതൊന്നും വേണ്ട മോളെ, അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് രാമഭദ്രനെ ജഗദീഷിനെ വിളിക്കാം. എന്തായാലും മോള് വാ, ഞാനൊന്ന് നോക്കട്ടെ. ദൈവമേ, നല്ല പനിയാണല്ലോ. എന്ത് ചെയ്യും അമ്മേ? മോനെ മോനെ കാർത്തി. വേണ്ടമ്മേ, വിളിച്ചുണർത്തണ്ട. ഇനി അമ്മയെ കണ്ട് ആളിന്റെ ഭാവം മാറിയാലോ. അത് ശരിയാ. മോളൊരു കാര്യം ചെയ്യ, തൽക്കാലം തുണി നനച്ച് കാർത്തിമോന്റെ നെറ്റിയിലിട്. വേഗം ചെല്ല്. അമ്മേ, ഇതാ. മോളെ, ഈ വെള്ളം വലിയുമ്പോ അടുത്ത തുണി നനച്ചിടണം. ശരി അമ്മേ. ഇതിങ്ങനെ കുറെ പ്രാവശ്യം ചെയ്യുമ്പോ പനി കുറയാറാ പതിവ്. ഇനി പനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ജഗദീഷിനെ രാമഭദ്രനെ വിളിക്കാം. ഹോസ്പിറ്റലിലും കൊണ്ടുപോവാം. കരല്ലേ? വാവ ബാബു, രാരിരാരോ, വാവ ബാബു. ഉറക്കോട്ടാ. കരയാതെ കരയാതെ ബാബു. ഉറക്കും. പനി കുറയുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം കൂടി ചെയ്യണേ. അമ്മേ, ACP ഉറങ്ങിന്ന് തോന്നുന്നു. പനി വിട്ടു, അതാ. എന്നാ അമ്മ പോയി കിടന്നോ, ഉറങ്ങിക്കോ. എന്റെ ഉറക്കല്ലല്ലോ മോളെ പ്രശ്നം. ഈ കുഞ്ഞിന് പനി വരാൻ പാടില്ല. കൊച്ചു കുഞ്ഞല്ലേ. ഈ രാത്രി നിനക്ക് കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കാൻ പറ്റിയെന്ന് വരില്ല. കാർത്തിക്ക് പനിയല്ലേ. കുഞ്ഞിനെ ഇനി ഈ മുറിയിൽ കിടത്തണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യോ അമ്മേ, അത് ACP സാവിത്രി അമ്മയോ അറിഞ്ഞാ വലിയ പ്രശ്നമാവില്ലേ? അറിഞ്ഞാൽ അത് മതി അവർക്ക് പ്രശ്നത്തിന്. അറിയരുത്. അതിനിപ്പോ എന്ത് ചെയ്യും? അവരെഴുന്നേക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മോള് പേടിക്കണ്ട. വന്നേ. മോളെ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേ. മൊബൈലിൽ വിളിച്ചാ മതി. ശരി അമ്മേ. അവൾ ACPയുടെ ഭാര്യ ആയിരിക്കെ ഞാൻ അവളെ ഇങ്ങ് തട്ടിക്കൊണ്ട് പോന്നു. എടാ വിരുത,
ഇതൊക്കെ അറിയാനല്ലേ കള്ളുകൊണ്ടുള്ള എന്റെ ഹിപ്നോട്ടിസം. കേട്ടിട്ട് വികാര തീക്ഷ്ണവും സംഘടനാത്മകവുമായ ഒരു കഥയാണല്ലോടാ. ഇത് ഒന്ന് വിശദീകരിച്ച് പറയ്. പറയാം. സത്യം പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയെ വൈശാഖ് തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. അവളെ എന്റെ പെണ്ണാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയൊന്നുമില്ല. നിന്റെ കാര്യത്തില് ഞാൻ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കും. വൈശാഖ് ഈ പറഞ്ഞ കഥയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം ഒരു കാരണവശാലും മൈഥിലി അറിയരുത്. ഞാൻ പറയുന്നില്ല. ആ തന്നെയുമല്ല, ബോധം വന്നു കഴിയുമ്പോഴേ ഞാൻ ഇവിടെ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറന്നുപോകും. വൈശാഖേ, എണീക്കടാ. ഇത് വയ്യാവേലിയാവൂ. വൈശാഖേ, എടാ വൈശാഖേ, ഓ എണീക്കടാ. എണീക്ക അങ്ങോട്ട്, എണീക്കടാ അങ്ങോട്ട്. പിടിക്കണ്ട, ഞാൻ നടന്നോളാം. പോയാ മതി. ഓക്കെ. പുള്ളിമാനെയും കൊണ്ട് നീ വന്നത് ഈ കടുവാക്കൂട്ടിലേക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.